പ്ലീസ് എല്ലാവരും സൈലന്റ് ആവുക. പരിപാടി തുടങ്ങാണ്. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. പരസ്പരം സ്നേഹവും സഹകരണവും പങ്കുവെക്കലുമാണ് സമൂഹത്തിന്റെ ശക്തി. അത്തരത്തിൽ ഒരുമയുടെയും സൗഹൃദത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു രൂപം കൊണ്ടതാണ് നമ്മുടെ അവർ ഫാമിലി ക്ലബ്ബ്. അംഗങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം വളർത്തുക, സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവയ്ക്കുക, സാമൂഹികവും സാംസ്കാരികവുമായ പ്രവർത്തനങ്ങളിൽ സജീവമാകുക എന്നീ നിമിഷങ്ങളിലും വെല്ലുവിളികളും നിറഞ്ഞ ഘട്ടങ്ങളിലും പരസ്പരം കൈത്താങ്ങായി അറിവിൻ കണങ്ങളും അറിവിൻ കണം വാഴ്ത്തുന്ന നാവുകൾ നൽകിയും നിന്നെ കേൾക്കുവാതുകൾ നൽകിയും. Honor and glory to acknowledge the duty to thee and pray that. ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിന് കുറേയേറെ പ്രത്യേകതകളുണ്ട്. നമ്മുടെ 3ാം വാർഷികമാണ്. നമ്മുടെ ഈ കൂട്ടായ്മ 3 വർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മുടെ കൂട്ടായ്മ ചെറിയ രീതിയിൽ തുടങ്ങി ഇതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും പുതിയ പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട്. വരുന്നവരെല്ലാം നമുക്ക് നല്ല സൗഹൃദങ്ങളും നല്ല കൂട്ടായ്മയും തരുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ഒരു നേട്ടമായി കാണുന്നു. ഇനിയുള്ളവരെ നമ്മുടെ ഈ 3ാം വാർഷികാഘോഷം സലീം കുമാർ അദ്ദേഹം മരണപ്പെട്ടു. 47 വയസ്സായി. 57 വയസ്സായി. കേരളത്തിൻ്റെ സ്റ്റേറ്റ് അവാർഡും ദേശീയ അവാർഡും ഒക്കെ വാങ്ങിയ 2 ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നു. വളരെ നല്ലൊരു ആക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങ് നടന്നു കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി നിത്യശാന്തിക്കായി 1 മിനിറ്റ് മൗനമാക്കി. നല്ല കയ്യടി കൊടുക്കണം. ഇതേ മനോരമ പത്രത്തിൽ വരാനുള്ളതാണ്. സത്യം പത്രത്തിൽ വരാനുള്ളതാണ്. റിപ്പോർട്ടർ വന്നിട്ടുണ്ട്. ഞങ്ങൾ അടുത്തേക്കിട്ടെ പറയട്ടെ. ഷൈനിയോട് പോയി ഷൈനി പോയി ഷൈനി എല്ലാവരുടെ കൈ കൊണ്ട് കാണിച്ചാൽ മതി. കുറച്ച് അടുത്തോട്ട് ഉള്ളിടത്തോളം കാലം ഈ 70 പേരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അതിനുള്ള ക്രെഡിറ്റ് അദ്ദേഹത്തിന് തന്നെ കൊടുക്കണം. പിന്നെ നമ്മളെല്ലാവരും പല പല രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയപ്പെടുന്ന ഒരു എന്താ പറയുക വിഷമകരമായ അവസ്ഥകൾ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ കെട്ട കാലത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. എന്താന്ന് വെച്ചാൽ മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ്. മൃഗങ്ങൾക്ക് തന്നെ നാണക്കേടാണ്. എന്നുവെച്ചാൽ ഒരു മൃഗങ്ങളും അതിന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം പ്രസവിച്ച് പിന്നെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുക എന്ന് പറയുന്ന ഒരു മൃഗങ്ങളും ചെയ്യാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ തള്ളമാർ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞ കെട്ട കാലത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ആ കാലത്തിൽ നമ്മുടെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ എന്നും നമുക്കൊരു സ്നേഹത്തിന്റെയും
ഒരു എന്താ പറയുക ഒരു വിശ്വാസത്തിന്റെയും തമ്മിൽ പരസ്പര സ്നേഹത്തിന്റെയും എല്ലാം ഒരു എന്നും നമുക്ക് ആ മനസ്സിൽ ആ സ്നേഹവും എല്ലാ ഫാമിലി കുടുംബാംഗങ്ങൾക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. വാർഷിക ആഘോഷത്തിന് പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വകയായി ആശംസകൾ. ഇങ്ങനെ നിറഞ്ഞ ഒരു സദസ്സിൽ നടത്താൻ സാധിച്ചതിൽ അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ സന്തോഷിക്കാനാണ് വരുന്നത്. ഇതിനിടയ്ക്ക് ഈ പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കുതന്ത്രങ്ങളും അത് വീണ്ടും ശീവായെ തന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. അല്ല ശീവ ഒരിച്ചിരി പ്രശ്നമാണ്. ഈ ശിവ ഇപ്പോഴാണ് കാണുന്നത്. തീർക്കാൻ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, നമ്മുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡന്റ്, എല്ലാവർക്കും എന്റെ പിന്നിൽ പ്രവർത്തിച്ച വളരെ അടുപ്പമുള്ളവർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഷൈനി ഇതിൻ്റെ വാർഷികാഘോഷ പരിപാടികൾക്ക് എല്ലാ പരിപാടികൾക്കും ഒന്നും കൊടുക്കുന്നില്ല, വളരെ അടുപ്പമുള്ളവർക്ക് മാത്രം കൊടുക്കുന്നതാണ്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്തിട്ടേക്കുന്നതാണ്. അപ്പോൾ കൊഴിയാൻ വയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ പരിപാടിയെല്ലാം ഗംഭീരമാകട്ടെ. അപ്പം നിങ്ങൾക്ക് നല്ലൊരു കണ്ടിട്ടോ മനസാകവേ കുളിരു അമൃത മഴയാ ഓ പൊന്നമ്പിളി പൊട്ടും തൊട്ട് മലർമഞ്ഞുമാലയിട്ട് ഇനാവ് പോൽ മെല്ലെ എന്നവൾ മുന്നിൽ വന്നപ്പോ അല്ലാണ്ട് ഈ ഒറ്റക്ക് പത്രം വായിച്ചിട്ട് നമ്മൾ ഇതുവരെ കണ്ടില്ല. ഇങ്ങോട്ടോക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി റിയാലിറ്റി ഷോ തുടങ്ങുന്നത്. ഫ്ലവേഴ്സ് ചാനലില് ആടി ഏതു നേരം ഇങ്ങനെ തുള്ളി കളിക്കുന്ന ഒരാളില്ലേ, ഈ റബ്ബർ പാൽ കുടിച്ച മാതിരി ശ്രീകണ്ഠനായ ചാനൽ.
50 ലക്ഷത്തിന്റെ ഫ്ലാറ്റ്. 50 ലക്ഷത്തിന്റെ ഫ്ലേറ്റ് കിട്ടിയാ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ മുസക്കായെ? എനിക്കെന്തോ അറിയില്ല പാത്തു, എനിക്ക് ഫ്ലാറ്റിനോട് വലിയൊരു താല്പര്യമില്ല. ഈ ഫ്ലാറ്റിലാകുമ്പോ നമുക്കൊന്ന് കുലിക്കുഞ്ഞ് തുപ്പാനുള്ള ഒരു സ്ഥലം മുറ്റല്ലല്ലോ. നമ്മളെന്തിനാ കൊൽക്കുഞ്ഞ് തുപ്പാനൊക്കെ നിക്കണത്? നമ്മക്ക് ഈ ഫ്ലാറ്റ് മറച്ചു വിറ്റൂടെ? മറച്ചു വിറ്റ് കിട്ടുന്ന പൈസയെ കൊണ്ട് നമുക്ക് റസിയന്റെ കല്യാണം നടത്താം, ചെറിയൊരു പോലെ വാങ്ങാം, ബാക്കിയുള്ള പൈസ നമുക്ക് ബാങ്കിലൂടാം. എങ്ങനെയുണ്ട് ഐഡിയ? നിങ്ങൾ ബാക്കിയുള്ള നിബന്ധനകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കി. ഇതിൽ പങ്കെടുക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ സംഗീത ബോധമുള്ളവരായിരിക്കണം. അബോധം ഒക്കെ ഉണ്ടോ പത്തു? പിന്നെ അല്ലാണ്ട് നിങ്ങളല്ലേ നേരത്തെ പാട്ട് പാടിയത്? പാട്ട് പാടാൻ അറിയുന്നതിനാണ് സംഗീത ബോധം എന്നൊക്കെ ഒരു പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന സംഗതികളൊക്കെ ഇട്ടാട്ട് പാടിയാൽ താളൊന്നും നോക്കണ്ട. മീൻകറിയുണ്ട്. ഓ, ഈ മീൻപാട്ടല്ലാണ്ട് വേറൊരു പാട്ട് പാടി. മീൻപാട്ട് പാടാൻ പാടില്ല. അതിലെ തന്മീനൊന്നും വേണ്ട. നിങ്ങളൊരു മീൻകാരനാണെന്നുള്ള കാര്യമൊക്കെ തന്നൂടെ? അതുകൊണ്ട് നമ്മൾ വേറെ പാട്ട് പാടേനോ? വേറെയാണെങ്കിൽ പുത്തമ്പലക്കാരേ പുത്തമ്പലക്കാരേ കടപ്പുറത്ത് ജാഗര ജാഗര ജാഗര. അതിലും മീനുണ്ടല്ലേ? പിന്നെ മീനല്ലേ? ഇത് നിങ്ങളോട് പറയാനോ ഒരു സങ്കട പാട്ട് പാടാൻ? നിങ്ങൾ ഏതാ പാടിയ? സങ്കടമാണോ? ആ, നല്ല സങ്കടത്തിൽ ഒരു പാട്ട് പാടി. അതിന്റെ അറബി കടലിൽ ഗോപുരത്ത് തങ്കപ്പടവിറങ്ങും താരമോ പുഷ്പകാലമോ. ഗോപുരത്ത് തങ്കപ്പടവിറങ്ങും താരമോ പുഷ്പകാലമോ. മുന്തിരി ചെടികൾ വിടത്തു എന്നെ മന്ദസ്മിതത്തിൻ മടിയിലുറങ്ങാൻ അനുവദിക്കൂ. എന്റെ വിടുന്ന മാറിലെ പടരുന്ന പൂവള്ളിയാക്കൂ. റംസാനിലെ ചന്ദ്രിയോ അഴകിന് റംസാനിലെ ചന്ദ്രിയോ. ചിതോ അറവ എന്ന പേരിലെ തൂതിയോ സുഖദൂതിയോ സുഖദൂതിയോ. മഞ്ഞിന്റെ മുഖപട വഴിക്കൂ എന്നെ മാതകഗന്ധം കൊണ്ടുകിടക്കാൻ അനുവദിക്കൂ. എന്റെ തലയ്ക്ക് കീഴിലെ തലയിണയാക്കൂ തലയിണയാക്കൂ. രജനിഗന്ധിയോ ആടി പൊന്മുടി അഴകിന് പൂമുടിയായി. ആരു നീ റംസാനിലെ ചന്ദ്രിയോ രജനിഗന്ധിയോ ആടി പൊന്മുടി അഴകിന് പൂമുടിയായി. ആരു നീ റംസാനിലെ ചന്ദ്രിയോ. जलप्रवाह पावितस्थले कलेवलं व्यलम्बितां भुजङ्गमालिका
മണ്ണിനാഥവട്ടമർവയം ചകാരചണ്ഡ താണ്ഡവം തനോതു ന ശിവ ശിവം ജടാകടാഹ സംഭ്രമ ഭ്രമ നിലിംബ നിർഝരീ വിലോല വീചി വല്ലരീ വിരാജമാന മൂർധനി ജ്വലല്ലലാകപട്ട പാവകേ കിശോര ചന്ദ്രശേഖരേ രതി പ്രദക്ഷിണം ജടാഭുജംഗ പിംഗല സ്ഫുരത്ഫണാമണി പ്രഭാ കദംബ കുങ്കുമദ്രവ പ്രലിപ്ത ദിഗ്വധൂമുഖേ മദാന്ത സിന്ധുര സ്ഫുരത്വ കുത്തരീയ മേതുരേ മനോ വിനോദമദ്ഭുതം ബിഭർതു ഭൂത ഭർത്തരേ ഓം നമഃ ശിവായ സദാശിവം ഭജാമ്യഹം സദാശിവം ഭജാമ്യഹം ഓം നമഃ ശിവായ പ്രഫുല്ല നീല പങ്കരുചിപ്രബദ്ധ കന്ധരം സ്മരച്ഛിദം പുരച്ഛിദം ഭവച്ഛിദം മഥച്ഛിദം ഗജച്ഛിദാന്ധകച്ഛിദം തമന്തകച്ഛിദം ഭജേ അഖൽവ സർവ മംഗലാ കലാ കദംബ മഞ്ജരി രസപ്രവാഹ മാധുരി വിജൃംഭണ മധുവ്രതം സ്മരാന്തകം പുരാന്തകം ഭവാന്തകം മഹാന്തകം ഗജാന്തകാന്തകാന്തകം തമന്തകാന്തകം ഭജേ ചെയ്യാത്ത പത്തം എന്നോട് വിളിക്കുക. വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, വരണ്ടെന്ന് പറഞ്ഞ ഞാൻ എന്റെ വീട്ടില് ഈ വീട്ടില് ഞാൻ സന്തോഷമായിട്ട് ഞാൻ ജീവിച്ചുള്ള എന്നെ എന്റെ വഴിക്കങ്ങ് വിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ വിളിക്കണ്ട. ഇനി ഞാൻ കോൾ എടുക്കത്തില്ല, ഞാൻ പറഞ്ഞേ. ആ ശരി ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. തന്നെത്താനെ എന്നെന്നും നേരിക്കുമോ നീ പൈതൽ ഉന്നാരം ചൊല്ലും നേരം മാറൻ കൈനീട്ടും നേരം എന്റെ മോളാ കല്ലു കല്യാണം കഴിപ്പിച്ചിട്ടേ 6 മാസമായതേ ഉള്ളൂ. 3-4 ദിവസം കൊണ്ട് ഭർത്താവിനോട് പിണങ്ങി ഇവിടെ വന്ന് നിൽക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും പിണങ്ങി എന്നാലും അവള് ജോലി ചെയ്യുന്നുണ്ടല്ലോ. ജോലി ചെയ്യുമല്ല, രാവിലെ കിടക്കപ്പായെന്ന് എഴുന്നേറ്റേ ഇവിടെ റീൽ ഉണ്ടാക്കുക. പെമ്പിള്ളാരെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതേ കെട്ടിയതിന്റെ കൂടെ അവന്റെ വീട്ടിൽ ജീവിക്കാനാ, അല്ലാതെ 3-ാം പക്കം പെട്ടിയും കിടക്കി എടുത്തോണ്ട് സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വരാനല്ല. അയ്യോ പുതിയ സന്തോഷം തരുന്നൊരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഇനി അങ്ങോട്ട് പോകില്ല. അയ്യോ ഈ പെണ്ണ് പറയുന്ന പറച്ചില് കേട്ടോ നമുക്കറിയാലോ ഞാൻ എങ്ങനെ ഇവിടെ കല്യാണം കഴിപ്പിച്ചയച്ചത്. ഇവിടെ കല്യാണം കഴിപ്പിച്ചയച്ചത് ഇവിടെ അച്ഛൻ മുണ്ട് മുറുക്കി കൊടുത്തിട്ടാ. ഇല്ലെങ്കിൽ ആ മുണ്ടോട് നിന്റെ ചെറുക്കൻ വീട്ടുകാർ ചോദിച്ചാലേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ ഉപദ്രവിക്കും വല്ലതും ചെയ്തോടി. അമ്മ അടിച്ചു കഴിഞ്ഞ വേദന അത് കുറച്ച് കഴിയുമ്പോ മറക്കും. ഇതതുപോലല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്റെ കുഞ്ഞ് കരയുന്നുണ്ടോ? ഒരു പെട്ടെന്നുള്ള സഹിക്കുമോ? എന്റെ കുഞ്ഞിന് എന്തോ നല്ല കുഴപ്പങ്ങൾ അവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. എന്റെ പൊന്നുമോള് പറയാടി, അവനെ ഞാനേ കുടുംബ കോടതി കേട്ടു. പറയാടി എന്തോ അവൻ ചെയ്തത്. 13-ാം തീയതി എന്റെ ബർത്ത്ഡേ അല്ലായിരുന്നു. അറിഞ്ഞിട്ട് വിഷ് ചെയ്തില്ല. ചോദിച്ചപ്പോ പറയുക മറന്നു പോയെന്ന്. കുടുംബ വാർത്ത കുടുംബ കോടതി കൊണ്ടായോ? നിനക്ക് എത്ര വയസ്സുണ്ട്? എടി 3 കീ നിനക്ക് എത്ര വയസ്സുണ്ട്? 30 കഴിഞ്ഞു. ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോ ഇവിടെ ഞാൻ ചേച്ചിന്ന് വിളിക്കണം. 32 വയസ്സിനോടൊക്കെ എത്ര തവണ ഇവിടെ നിന്റെ പിറന്നാൾ ആഘോഷിച്ചടി? മാസപ്പിറന്നാള്, ആണ്ട് പിറന്നാള്, ആഴ്ച പിറന്നാള്, ഡെയിലി പിറന്നാള്. ഇവക്ക് കേക്ക് വാങ്ങിച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിലമ്പൂർ കാട്ടിൽ നിന്ന് എനിക്ക് 2 തേക്ക് വാങ്ങിക്കാം. എടി കൊച്ചേ, നീ
ഇങ്ങോട്ട് വന്നേ. എടി നിന്റെ ഭർത്താവ് അരുണ് അവൻ ഈ നിസാര കാര്യം ഓർത്തുകൊണ്ട് നടക്കുവാന്നു. എടി അവന് വേറെ കാര്യങ്ങളില്ലേ? അയ്യോ ഈ പെമ്പച്ചിൽ എന്താ പോകണം? എങ്ങോട്ടാണ് വിളിച്ച് പോകുന്നത്? എടി നീ ഇങ്ങോട്ട് വന്നേ. എടി നിന്റെ ഭർത്താവ് അരുണ് നമ്മളെ പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ സഹിച്ചു ക്ഷമിച്ചും വേണം മുമ്പോട്ട് പോകാൻ. ഇത് ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞാലേ ചെളിവെള്ളം കണ്ട ചവിട്ടും. അത് നമ്മൾ ഞാൻ വിളിച്ച് കേട്ട് നന്ന ഈ നാശമൊക്കെ വന്നു കയറുന്നേ ഇങ്ങോട്ട്. നീ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഇവിടെ വന്നത് അറിഞ്ഞ് അവർ ഈ നാട് മൊത്തം പറഞ്ഞു വരുത്തുമേ സംഭവം. അമേരിക്ക വരെ അറിയും. നാളെ ബ്രിട്ടനെ വിളിച്ചു നോക്കി സത്യമ്മയുടെ മോളത്തിന് പിറങ്ങി വന്നിരിക്കുന്നത്. മറുപടി പറയാൻ ഇംഗ്ലീഷ് പോലും എനിക്കറിയത്തില്ല. പെണ്ണുങ്ങൾ പറയുന്നത് പോയി അവർ കാണുന്നത് കൂടുതൽ പൊട്ടിക്കാതെ ഡെലിക്കേഷൻ ഉണ്ടാക്കി വെച്ചേക്കാം. ഇറക്കി എടുത്തിട്ട് വീശി വിടായിരുന്നു. ഇന്നത്തെ ഇന്ന് നൈറ്റ് ആക്കിയിട്ട് ആദ്യമായിട്ട് കാണുമെന്നല്ലേ ഞാന്. ഓ എനിക്ക് ഇഷ്ടമല്ലേ ഈ പിള്ളേരെ നിർബന്ധ കാലത്ത് ഈ മൂത്ത മോള് നന്നായിരുന്നു. അവള് പറയുന്നത് ഈ അരബ്ലൗസും മുണ്ട് കൊടുക്കുന്ന അമ്മ ഇനി മുറ്റത്തിറക്കില്ല. അവർക്ക് നാടൻ കാടാന്ന് പോലും. ഇപ്പോഴത്തെ പിള്ളേരെ ഭയങ്കര ഷാട്ടിയാണല്ലോ ഇത്. അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. ഇടാൻ ഈസിയാ. ക്ലാസ് എനിക്ക് കമത്തി വെക്കുന്ന പുറത്തോളം കിട്ടാൻ മതി. അതിനെ ഇന്ന് രാവിലെ നിങ്ങളുടെ കൂടെ എന്തുവായിരുന്നു? നീ വീടിന്റെ പുറകെ വെയിലായിരുന്നു. അതല്ല ഇവിടത്തെ രാവിലെ ഉണ്ടാക്കിയത്. ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് അപ്പൊ എനിക്ക് ഇഷ്ടമാട്ടെ. നിങ്ങൾക്ക് ആരും ഉണ്ടാക്കിയല്ലേ? അങ്ങ് തന്നെ ഉണ്ടാക്കിയത്. കുത്തി കയറ്റി വെച്ചത് അറിയില്ലയോ? പിന്നെ അങ്ങോട്ട് കൊടുത്തേക്കാലും മതി. ആമാശയിൽ എത്തുന്നതിന് മുമ്പ് കുശുമ്പ് പറഞ്ഞിട്ട് പോകുന്നത് അല്ലയാ. എന്തുവാ മുഖത്തൊരു വാട്ടം പോലെ? മൂങ്ങയുടെ കുഞ്ഞാന്നേ വന്നിരിക്കുന്നത്. അല്ല വട്ടം കറങ്ങുന്ന മൂങ്ങയുടെ കുഞ്ഞാന്ന് വന്നു. പഞ്ചവെള്ളം തൊട്ട് തിരിഞ്ഞും മറിഞ്ഞ് കിടക്കുന്ന സമയം കൊണ്ട് കണ്ണടച്ച് കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു. എനിക്ക് ബി പി ഉണ്ടെന്ന് ഇവിടുത്തെ കൊച്ചാണ് ചെണ്ടയുണ്ട്. അല്ല ബി പി ഉണ്ടെന്ന് അറിയിച്ചേക്ക്. ബി പി എന്ന് പറഞ്ഞേ എനിക്ക് ബി പി ഉണ്ടെന്ന് മൂക്കെ കടിക്കും. ബി പി ഉണ്ടെന്ന് നിശ്ചയിക്കുക. എനിക്ക് ബി പി ഉണ്ട്. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്. എനിക്ക് ഷുഗർ ഉണ്ട്. എനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ട്. എനിക്ക് തലവേദനയുണ്ട്. എന്റെ ഡിസ്കിന് അകർച്ചയുണ്ട്. എന്റെ മുട്ടിന് വേദനയുണ്ട്. എനിക്ക് ചുമയുണ്ട്. നല്ല സുഖമുണ്ട്. അത് പറയാം. ജീവിതാനുഭവങ്ങളൊക്കെ എഴുതാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ചില കഥകളെന്നില്ല കാര്യങ്ങൾ പറയാമെന്ന് കരുതി. ആകാശത്തോളം സന്തോഷം തന്ന സമയങ്ങൾ, യോളം താന്നുപോയ നിമിഷങ്ങൾ, ഒരു വലിയ സദസ്സിന്റെ മുമ്പില് എന്റെ കുടുംബത്തില് ഞാൻ എന്താ പറയാന്ന് എനിക്കറിയില്ല. എങ്കിലും ഇപ്പോഴ് ഞാൻ നിങ്ങളോട് പറയാൻ അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. പുറകെ ഞാൻ ഓരോ ഇതേക്കുള്ള സമയങ്ങളിലും നിങ്ങളോട് ഞാൻ ആ അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മരങ്ങൾക്ക് മനുഷ്യന്റെ മനസ്സറിയാം. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് പ്രശസ്തനായ സംവിധായകൻ, അതേപോലെ മരിച്ചുപോയി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പി പത്മരാജൻ, മലയാള സിനിമാ ലോകത്ത് ഒരു പിടി നല്ല സിനിമകൾ സംവിധാനം ചെയ്ത അദ്ദേഹം ഒരു സിനിമ അന്ന് സംവിധാനം ചെയ്തു. നിങ്ങളൊക്കെ ഓർത്ത് കാണും, തിങ്കളാഴ്ച നല്ലത്. ആദ്യം കൈപൊക്കിയത്. ഓരോരുത്തരും ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിച്ചോളൂ. സംഘർഷം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞവര് ഒന്ന് നിന്നിട്ട് കൈ പൊങ്ങുമെന്ന് നോക്കിയതാണ് സമീർ. പെട്ടെന്ന് തീരുമാനം സമയം പോന്നെ. ഗ്യാസ്, പ്രഷർ
ഞാൻ നിർത്തുവാണേ. 5 ലക്ഷം രൂപ വരെ പോയിട്ടുണ്ട് എന്റെ. കാലുകളില്ലാത്ത ടേബിള്. ഓ നല്ല കൈയ്യെടുത്തേ. അവന്മാർക്ക് ചെയ്ത് വേണത്തെ അതിന്റെ ചെയ്തു നമ്മുടെ അടിവാഴ്ച മഞ്ഞുള്ള രാത്രി ചിരിയത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലാകുന്ന കരിമണിയുള്ള കളവാണ് കണ്ടപ്പോ പാറത്തെ പുള്ളി എന്നെ കുടിച്ചില്ല കണ്ണിലെ നിറകണ്ട് കയ്യിലെ വളകണ്ട് കാലിലെ കുളിച്ചിട്ട് എന്നെ കുടിച്ചു അരയിലെ ഇടഞ്ഞാണ് മോഹങ്ങൾ അടപ്പത്തി ഒഴുകുമ്പോൾ നോക്കലെ നീയകത്തി ഓട്ടത്തിൽ മുനകൊണ്ട് ചാങ്കത് കടക്കണ നോക്കലെ നീ ജോടി സ്വന്തമയങ്ങും ചൂടി മയങ്ങും പെണ്ണ ചിരിക്കാറില്ല ചിരിച്ചാൽ ചിരിക്കാറില്ല ചെറുപൂക്കുഴലി തളിരു കോരി കുളിരു കോരി മോറും പാല് കുളിയും തൊട്ട് നടക്കും പെണ്ണ് കരയാറില്ല കരഞ്ഞാൽ കരയാറില്ല കരഞ്ഞാലൊരു കരിപ്പൂ